അപ്പോ റോസ്മേരി ഹോസ്റ്റലിനകത്ത് ഒരുത്തനുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പാണ് സാർ. അവൻ ആണാണോ പെണ്ണാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആണിനെ പെണ്ണെ കണ്ട തിരിച്ചറിയാത്തതാണോ നീ? ആണാണോ പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ മോഹം കാണാൻ പറ്റണ്ടേ സാർ? അതെ സാർ, ഞങ്ങൾ കണ്ട രൂപത്തിന് മോഹം ഇല്ലായിരുന്നു. മുഖമില്ലെങ്കിൽ അത് ആരാടാ? ഗോസ്റ്റ് ആണോ? ഗോസ്റ്റ് ആണോ? കൺഫ്യൂഷൻ ആയല്ലോ. ആണാണോ പെണ്ണാണോ ഗോസ്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, വേറൊന്നും അറിയണമെന്നില്ല. എന്റെ സമയം മെനക്കെടുത്തിയ നിന്നെയൊക്കെ വെറുതെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തോട്ട് ഞാനങ്ങ് പറഞ്ഞേക്കും പരലോകത്തേക്ക്. അയ്യോ അശോക, അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ. ഞങ്ങള് കല്യാണം പോലും കഴിച്ചു. കല്യാണം നിന്റെ ഓപ്പും. എടാ, ഹോസ്റ്റലിൽ നിങ്ങൾ കണ്ട രൂപം അത് ആരവാണോ അല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. എടാ, ആണോ ആണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും പ്രശ്നമല്ലേ? പറടാ. നീ പറ. ഞാനാ? ഓ സാറേ, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ഞങ്ങൾ ആ സമയത്ത് പേടിച്ചു. അതാ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത. സാറേ ഒന്നും ചെയ്യരുത്. ഞങ്ങളോടെ ഇവിടെ ഒന്നുകൂടെ കയറാം. ഇപ്പൊ നിങ്ങൾ വെക്കോ. ഇനി 5 സുന്ദരികളുടെ കൂടെ ആരെയെങ്കിലും കണ്ടാൽ അതാരാണെന്ന് വ്യക്തമാവാതെ ഞങ്ങളെ വിളിക്കരുത്. മനസ്സിലായോ? ഇഷാനെ, ഈ റോസ്മേരി ഹോസ്റ്റൽ ആരാണ്? റീനാമ എന്നൊരു സ്ത്രീയാണ് നടത്തുന്നത്. അവരൊരു ഒറ്റയാൾ പട്ടാളമാണ്. ഒറ്റയാൾ പട്ടാളം, 1 man ആർമി, അതും ഒരു സ്ത്രീ. കൊള്ളാലടാ. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണോടാ. കേറ്. എന്താണാ? എന്തുപറ്റി? ഇതാരാ ഇപ്പൊ വന്നിരിക്കുന്നത്? എടോ, എന്റെ ചെരുപ്പ് ഊരി തെറിച്ചു. അതെടുത്തതാ. മാഡം ആരാ? മനസ്സിലായില്ല. ഇവിടെ ആരെ കാണാനാ? ഞാൻ ഊർമിള ദേവി. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന എന്റെ മകളെ കാണാൻ വന്നതാ. മാഡത്തിന്റെ മോളുടെ പേരെന്താ? അനന്യ ഭാസ്കർ. 5 സുന്ദരികളിൽ അനന്യ ഭാസ്കറിന്റെ അമ്മയാണല്ലോ. ആളും മൊടയാണല്ലോ. തേടിയ വള്ളി നമ്മുടെ കാലിൽ തന്നെ ചുറ്റി. 5 സുന്ദരികൾക്കൊരു കൊട്ടു കൊടുക്കണം. വാർഡൻ ഓഫീസിലുണ്ടോ? ഉണ്ട് മാഡം. അവിടെയാണ് ഓഫീസ്. അങ്ങോട്ട് ചെന്നാ മതി. താങ്ക് യു.
കേൾക്കാമോ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് സീനിയേഴ്സാ. മാം അനന്യയുടെ അമ്മയാണല്ലേ? ഉം. എങ്ങനെ മനസ്സിലായി? കണ്ടപ്പോഴേ മനസ്സിലായി. നിങ്ങൾ അനുവിന്റെ ഫ്രണ്ട്സ് ആണോ? ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല, അവൾക്ക് 4 ഫ്രണ്ട്സ് വേറെ ഉണ്ടല്ലോ. മാമിനെ കണ്ടാലേ അറിയാം നല്ല അച്ചടക്കമുള്ള ഏതോ ഫാമിലിയിലെ മെമ്പർ ആണെന്ന്. എന്നാലേ മാമിനെ കാണുമ്പോഴുള്ള ഈ ഡീസൻസി ഒന്നും മോൾക്കില്ലല്ലോ. മനസ്സിലായില്ല. അനുവിന്റെ പോക്കത്ര ശരിയല്ല മാം. വാട്ട്? അവളുടെ കൂട്ടുകാരെയൊക്കെ മാമിന് അറിയാമോ? സ്കൂൾ ഫ്രണ്ട്സ് ആണ്, അങ്ങനെ അറിയാം. ഇവിടെയും അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അപ്പോ അനുവിന്റെ ഫ്രണ്ട്സ് പ്രശ്നക്കാരെന്ന് മാമിന് അറിയാം അല്ലേ? ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണോ മാം അനുവിനെ ഇവിടെ പഠിക്കാൻ അയച്ചത്? അവർ5 പേരും ഇവിടെ താമസിക്കാൻ വന്നപ്പോ മുതല് ഞങ്ങൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങള് സീനിയേഴ്സ് ആയതുകൊണ്ട് ജൂനിയേഴ്സ് വഴിതെറ്റി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പക്ഷെ മാമിന്റെ മകൾ ഒരു രക്ഷയില്ല. അവളും കൂട്ടുകാരും ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാ. ഞങ്ങൾ ഉപദേശിച്ചു മടുത്തു. എന്നെ തല്ലണ്ട അമ്മായി, ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞതുപോലെയാ മാമിന്റെ മോള്. അവരിവിടെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 സുന്ദരികൾ. 5 സുന്ദരികൾ? ഇതാ മാം. താങ്ക്സ്. ഞങ്ങള് മാമിന്റെ മോളെ കുറ്റം പറഞ്ഞതല്ല. മാം മോളെ ഒന്ന് ഉപദേശിച്ചേക്കണം, അല്ലെങ്കിൽ പെണ്ണ് ചീത്തയായിപ്പോ. 5 പേരും കൂടി പാതിരാത്രി മതിലൊക്കെ ചാടി ചുറ്റിക്കറക്കുണ്ട്. എത്ര തവണ റീന മാം അവര് വോൺ ചെയ്തെന്ന് അറിയാമോ? 5 പേരില് അനുവാണ് അല്പം ഭേദം. പക്ഷെ ബാക്കി 4 പേരും കൂടി അവളെ ചീത്തയാക്കും, അതുറപ്പാ. വേറെന്തെങ്കിലും ദുശീലങ്ങളുണ്ടോന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടുത്തെ വാർഡൻ ഇതൊന്നും അറിയില്ലേ? വാർഡനാ 5 എണ്ണത്തിനെ വഷളാക്കുന്നെ. അവരാ 5 സുന്ദരികളുടെ തോന്നിയാസത്തിനെ കൂട്ടു നിൽക്കുക മാം. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു. അനുവിന്റെ കാര്യത്തില് മാം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അതാ അനുവിന്റെ ഭാവിക്ക് നല്ലത്.